അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു വേൾഡ് പോപ്പുലേഷൻ ഡേ ആയ ഇന്ന് നമ്മൾ 2050 ഇന്ത്യയായിരിക്കും ഏറ്റവും അധികം പോപ്പുലേറ്റഡ് ഒരു രാജ്യമായി മാറുന്നത് അതെ അതെ അത് അഭിമാനിക്കേണ്ട വസ്തുതയാണോ എന്ന് നമ്മൾ ഒരിക്കൽ കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യം എന്നുള്ള ഖ്യാതി എല്ലാവർക്കും അറിയാം ചൈനയ്ക്കാണ്. എന്നാൽ ചൈനയുടെ വിസ്തീർണം, ചൈനയുടെ മൊത്തം ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ വലുതാണ്. മാത്രമല്ല ചൈനയുടെ കൾച്ചർ അതായിരുന്നു. ചൈനീസുകൾക്ക് ഒത്തിരി അധികം കുട്ടികൾ ഉണ്ടാകുന്ന, ഭാരതീയർക്ക് വലിയ ഫാമിലി എന്നുള്ളത് ഒരു 2 ജനറേഷനായിട്ട് ഇല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു സ്പോഞ്ച് ചെയ്തിട്ട ഒരു കൾച്ചർ തന്നെയാണ് നമ്മൾ കുതിച്ചുയരുന്നത് ഇതിലേക്കാണ്. ചൈനയെക്കാട്ടിലും ഒരു വലിയ നമ്പറിലേക്കാണ് നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ചൈനയിലാണെങ്കിൽ പോലും ഫാമിലി പ്ലാനിങ്ങിന് അവിടുത്തെ ഗവൺമെന്റ് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് അവിടെ സംഭവിച്ച ഒരു നെഗറ്റീവ് ഇമ്പാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ളവര് ഒരു കുട്ടി മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ആ കുട്ടി ആൺകുട്ടി മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ പെൺഭ്രൂണഹത്യ വളരെയധികം കൂടി വരുന്ന ഒരു രാജ്യങ്ങളിലൊന്നായി ചൈന മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ അവസ്ഥയും ഒരുപാട് പുറകോട്ടല്ല, അല്ലെങ്കിൽ ഇന്ത്യയും ഇത്തരം കാര്യങ്ങളിൽ ഒട്ടും പുറകിലല്ല. പെൺഭ്രൂണഹത്യ ഈ രാജ്യത്തും വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പെൺമക്കൾ ഉണ്ടാകുന്നത് ഒരു സാമ്പത്തിക ബാധ്യത, അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് ആ ഒരു പെണ്ണിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കുക എന്നുള്ള പലതരത്തിലുള്ള എന്താ പറയുക വളരെ നീചമായ രീതികളിൽ ജനിച്ച പെൺകുട്ടിക്ക് നെല്ല് വായിലിട്ട് കൊടുത്ത് കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നത് തൊട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് വളരെ നീചമായ പ്രവൃത്തികൾ, ദുഷ്പ്രവൃത്തികളും ഇന്ത്യയുടെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ വളരെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ജനസംഖ്യാ ദിനത്തിൽ ഇത്തരം കാര്യങ്ങളോട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതെ അതെ അതെ. അപ്പോൾ ഈ ഒരു നോട്ടിൽ നമുക്ക് അടുത്ത സെഗ്മെന്റ് കണ്ടിട്ട് മടങ്ങി വരാം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധിയായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട് ചില പ്രത്യേക നക്ഷത്രങ്ങളിൽ ജനിച്ച യുവതി യുവാക്കൾക്ക് വിവാഹം വരുന്നത് ഒത്തിരി വൈകിയായിരിക്കും, വിവാഹാലോചനകൾ പലതും വന്ന് നടക്കാതെ പോകും. അങ്ങനെ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഇത്തരം കാര്യങ്ങളൊന്ന് പറയാമോ സർ? അതായത് ചില നക്ഷത്രങ്ങളിൽ ജനിച്ചാൽ, അത് ചിലർ പറയാറുണ്ട് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ വിവാഹം വൈകിയേ വരുള്ളൂ, ഒരു 30-35 വയസ്സായിട്ട് വിവാഹം കിട്ടുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ചില ആസ്ട്രോളജേഴ്സ് പറഞ്ഞ് നമ്മളുടെ അടുത്ത് ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നക്ഷത്രങ്ങളിൽ ജനിക്കുന്നത് കൊണ്ടല്ല ഈ വിവാഹം വൈകുന്നത് എന്നുള്ളൊരു സത്യം ആദ്യം മനസ്സിലാക്കുക. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് 27 നക്ഷത്രങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. എങ്ങനെയാണെങ്കിലും ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് വിവരിക്കണമെങ്കിൽ തന്നെ പല എപ്പിസോഡുകൾ കടക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമുക്ക് വിഷയം അതല്ലാത്തതുകൊണ്ട്, അപ്പോൾ ചില നക്ഷത്രങ്ങളിൽ ജനിച്ചു കഴിഞ്ഞാൽ വിവാഹം വൈകും എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ തെറ്റാണ്. കാരണം ഇത് തന്നെ ജ്യോതിഷം വഴിമാറുന്നതിൻ്റെ ഒരു കാരണം, ഞങ്ങളുടെ ആചാര്യം പഠിപ്പിച്ചിരിക്കുന്നത് നമുക്ക് വിവാഹം ചിന്തിക്കുന്നത് അഷ്ടമം കൊണ്ടാണ്, അതായത് 8ാം ഭാവം കൊണ്ടാണ്, ലഗ്നത്തിൻ്റെ 8 കൊണ്ടാണ് വിവാഹം ചിന്തിക്കുന്നത്. ഇത് തന്നെ സാധാരണ ആസ്ട്രോളജേഴ്സ് അതിൻ്റെ 7 കൊണ്ടാണ് ചിന്തിക്കുന്നത്. അപ്പം അത്ര വൈരുദ്ധ്യമാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഈ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്ക് അല്ലെങ്കിൽ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്ക് അവരുടെ കണക്കനുസരിച്ച് മേടൻ രാശിയാവുമ്പോൾ തീർച്ചയായും തുലാം രാശിയാണ് അതിൻ്റെ 7 വരിക. അപ്പോൾ തുലാം രാശിയിലേക്ക് വരുമ്പോൾ 30 വയസ്സാണ് കണക്ക് കൂട്ടുന്നത്. അതായത് 30 രശ്മികളാണ് അതിന് കണക്ക് കൂട്ടുന്നത്, 30 പോയിൻ്റ്. അങ്ങനെ വരുമ്പോൾ 30 വയസ്സ് മുതലേ വിവാഹത്തിന് സമയമുള്ളൂ എന്ന് അവരുടെ തെറ്റിദ്ധാരണയാണ്. അപ്പം ഞങ്ങളൊക്കെ പറയുന്നത് അഷ്ടമം കൊണ്ടാണ് വിവാഹം ചിന്തിക്കുന്നത്. വിവാഹത്തിന് മുമ്പ് 8ാം ഭാവം കൊണ്ടും വിവാഹശേഷം 7 കൊണ്ടുമാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ജ്യോതിഷം അവിടെ വഴിമാറുകയാണ്. അപ്പോൾ നമ്മുടെ ജ്യോതിഷം ഇവിടെ രണ്ടായിട്ട് തിരിയല്ലാതെ വേറെ മാർഗ്ഗമില്ല. കാരണം ഞങ്ങളുടെ ഗുരുനാഥൻ പഠിപ്പിച്ച് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ അത് വെച്ച് മാത്രമേ കൈകാര്യം ചെയ്യുള്ളൂ. മറ്റുള്ളവർ അവരവരുടെ രീതിയിലേക്ക്, നമ്മൾ മതം പോലെ തന്നെ അവർക്ക് അവരുടെ രീതിയിലേക്ക് പോകാം. ഇതും പറഞ്ഞ് നമ്മളെ വിമർശിച്ച് നിങ്ങൾ കാണിച്ചത് തെറ്റാണ്, പറഞ്ഞു കൊടുത്തത് തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റ് എൻ്റെ തെറ്റ് ഞാൻ സഹിച്ചോളാം. നിങ്ങൾ ജനങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റ് ആര് സഹിക്കും? ജനം സഹിക്കുമോ നിങ്ങൾ സഹിക്കുമോ എന്നുള്ളത് പിന്നീട് ചിന്തിക്കുക. അപ്പോൾ നമ്മളതിനകത്ത് പറയുന്നത് അഷ്ടമം കൊണ്ടാണ് ഞങ്ങൾ വിവാഹത്തെ ചിന്തിക്കുന്നത്. അപ്പോൾ അഷ്ടമത്തിൻ്റെ അഷ്ടമാധിപൻ്റെ ഇങ്ങനെയുള്ള സ്ഥാനങ്ങളെല്ലാം നോക്കിയിട്ടാണ് വിവാഹകാരകം എത്ര വയസ്സിൽ നടക്കും ഇതൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ മേടൻ രാശിക്ക് അഷ്ടമത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അഷ്ടമരാശി വൃശ്ചികൻ രാശി ആകുമ്പോൾ അവിടെ തന്നെ നേരെ 30 എന്നുള്ളത് 15 പോയിൻറ്റിലേക്ക് താന്നു വരും. അപ്പോൾ അവിടെ അതാണ് വിവാഹ ചിന്തകൾ വഴിമാറുന്നത്. അപ്പോൾ
അപ്പോൾ 15ലേക്ക് വരുന്നു. അഷ്ടമാധിപൻ പോയി നിൽക്കുന്നത് ഉഭയരാശിയിലാണെങ്കിൽ അതിൻ്റെ 7.5 പോയിൻറ്റും കൂടി ചേർത്ത് കഴിഞ്ഞാൽ, ഇത് രണ്ടും കൂടി ചേർത്താൽ ആകെ വരുന്നത് 22.5 വയസ്സാണ്. അപ്പോൾ 22.5 വയസ്സ് മുതൽ കുട്ടിക്ക് വിവാഹ സമയമായി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു നക്ഷത്രക്കാരന് ഈ നക്ഷത്രക്കാരോട് ഉടനെ പറയാണ്, നിങ്ങൾക്ക് ഭരണി നക്ഷത്രമാണ്, അതുകൊണ്ട് 30 വയസ്സിന് മേലെ വിവാഹം നടക്കുകയുള്ളൂ, വൈകും എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഈ കുട്ടിക്ക് ഒരു 22.5 അല്ലെങ്കിൽ 25 വയസ്സിനുള്ളിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി ജ്യോതിഷത്തെ വിശ്വസിക്കുമോ അവിശ്വസിക്കുമോ? വിശ്വസിക്കണേ എങ്ങനെയാണ്? കാരണം 30 വയസ്സിന് മേലെ വിവാഹം കഴിയുള്ളൂ എന്ന് പറഞ്ഞിടത്ത് 22 അല്ലെങ്കിൽ 25 വയസ്സിൽ വിവാഹം കഴിഞ്ഞു. അപ്പോൾ പിന്നെ ജ്യോതിഷം വിശ്വസിക്കുമോ? അങ്ങനെയാണ് ഈ ജ്യോതിഷം തട്ടിപ്പെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? ഇങ്ങനെ ആചാര്യന്മാരുടെ പിഴവുകളാണത്. ഇതാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. ആചാര്യന്മാർക്ക് പറ്റുന്ന പിഴവുകൾ, അവർ പഠിച്ചു വന്ന വഴികളിലെ പിഴവുകളാണ് ശരിക്ക് ഈ ജ്യോതിഷശാസ്ത്രം തെറ്റ് എന്ന് ചിലരെ കൊണ്ട് പറയിപ്പിക്കാൻ കാരണം. നമ്മളുടെ അടുത്ത് വരണേ ഒരിക്കലും തെറ്റെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ അടുത്തൊക്കെ വന്ന് പോകുമ്പോൾ കറക്റ്റ് ആൻസർ ആയിരിക്കും വരുന്നത്. കാരണം നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഗുരു പഠിപ്പിച്ചത് മാത്രമാണ്. അഷ്ടമം കൊണ്ട് വിവാഹം ചിന്തിക്കുന്ന അഷ്ടമം കൊണ്ടും വിവാഹശേഷം ഭാര്യയെ ചിന്തിക്കുന്നത് 7 കൊണ്ടും. അപ്പോൾ 2 ചിന്തയുണ്ട് അവിടെ. അപ്പോൾ ഇവർക്ക് 2 ചിന്ത ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും എല്ലാം ഒറ്റ വഴി കൂടെ അങ്ങ് പോയിക്കോട്ടെ, തിരിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ 7 രാഹുകേതുക്കളെ കണ്ടിട്ട് ഈ കുട്ടി പ്രേമിച്ച് കെട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. കാരണം അഷ്ടമത്തിൽ രാഹുകേതുക്കളുടെ ബന്ധം വന്നാൽ മാത്രമേ വിവാഹം പ്രേമം എന്ന് പറയാൻ പറ്റുള്ളൂ. അത് തന്നെ പറയണമെങ്കിൽ ലഗ്നമെല്ലാം കറക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പലതും ഈ ആസ്ട്രോളജീനെ ജനം അവിശ്വസിക്കുന്നതിൻ്റെ ഒരു കാരണം ഈ ലഗ്നം കറക്റ്റ് ചെയ്യുന്ന കാര്യം പോലും പല ആസ്ട്രോളജേഴ്സിനും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം ഈ വിവാഹത്തിലേക്ക് വരുമ്പോൾ അഷ്ടമത്തിൽ രാഹുകേതുക്കൾ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതേപോലെ തന്നെ പലരും വന്ന് പറയാറുണ്ട്, ആയുസ് പറഞ്ഞിട്ട്, അതായത് സിനിമാ നടൻ മധു തന്നെ പല ജ്യോതിഷ സംവാദങ്ങളിലൊക്കെ ആൾ പറയാറുണ്ട്, എനിക്ക് 60 വയസ്സായിരുന്നു ഒരു വലിയ മിടുക്കൻ ആസ്ട്രോളജർ ആയുസ് തന്നെയായിരുന്നത്, ഞാനിപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹ എന്നാട്ടോ. അപ്പോൾ എന്താ സംഭവം? അപ്പോൾ നമ്മളോട് ഞങ്ങളുടെ ഗുരു പറഞ്ഞിരിക്കുന്നത് ആയുസ് ഒരിക്കലും പറയരുതെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. ആയുസ് ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, മനുഷ്യനെ ആയുസ് പറഞ്ഞ് പേടിപ്പിക്കേണ്ട, അതെല്ലാം ഈശ്വരന് വിട്ടേക്കുക. നമുക്ക് ആ ഒരു മരണസന്ധി നമുക്ക് കാണാൻ സാധിക്കും. ആ കാലഘട്ടം ഒന്ന് സൂക്ഷിക്കുക എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതേപോലെ നമ്മളൊക്കെ ഗ്രഹനില എഴുതുമ്പോൾ ഒരു കാരണവശാൽ ഇപ്പോൾ 60 വയസ്സ് വരെ എഴുതിയിട്ട് അല്ലെങ്കിൽ 55 വയസ്സ് വരെ എഴുതിയിട്ട് ശേഷം ചിന്ത്യം എന്ന് എഴുതാറില്ല. കാരണം എന്താ? 55 വയസ്സ് എഴുതി കൊടുത്ത് ശേഷം ചിന്ത്യം എന്ന് നോക്കുമ്പോൾ അങ്ങേര് കണക്കൂട്ടുന്നത് എന്താ? 55-ൽ തീരും നമ്മുടെ ഇടപാട്. അപ്പോൾ അതുവരെ എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും. എനിക്ക് തോന്നുന്നു ആ ടെൻഷൻ കൊണ്ട് തന്നെ ഈ ആളുകൾ മരിച്ചു. അപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മളൊക്കെ ഒരു സാധാരണ രീതിയിൽ ഗ്രഹനില എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 95 അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ 88 ഈ കണക്കിലേക്ക് എഴുതും. നമുക്കിപ്പോൾ ആയുസ് അയാൾക്ക് 60 ഉള്ളെങ്കിൽ പോലും ഒരു 88 വയസ്സ് അല്ലെങ്കിൽ ഒരു 90 വയസ്സ് 95 വയസ്സ് ആ ദശാകാലം പോകുന്നവരെ നമ്മൾ എഴുതി കൊടുത്തേക്കും. അതിൽ തന്നെ ഇന്ന് എത്ര വയസ്സിലൊന്ന് സൂക്ഷിക്കാനും പറയും. അപ്പോൾ അതെന്താ കാരണം എന്ന് വെച്ചാൽ ആ പറയുന്ന കാലഘട്ടം ഇപ്പോൾ ഇത്രയും വയസ്സ്, ഒരു 60 വയസ്സ് ഡേഞ്ചർ ടൈം, ആ സമയത്ത് ഹാനി സംഭവിക്കും എന്ന പോലെ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരോട് പറയും, ഇത്രയും വയസ്സിലൊന്ന് ശ്രദ്ധിക്കണം, വളരെ കെയർഫുള്ളായിരിക്കണം, ഭഗവാനോട് കൂടുതൽ അടുപ്പം കാണിക്കണം, അല്ലാതെ ഈശ്വരനെ നിന്ദിച്ചൊന്നും നടക്കരുത്. ആ ടൈം താണ്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു 10-15 വർഷം കൂടി ആയുസ് നീണ്ടു കിട്ടും. അപ്പോൾ ഇതാണ് പലർക്കും പറ്റുന്ന അബദ്ധങ്ങളാണ്. അപ്പോൾ വെറുതെ ഈ ബുക്കിൽ ഇങ്ങനെ എഴുതി, ചിലരുടെ ജാതകം നമ്മൾ നോക്കാറുണ്ട്, ആകെ 55 വയസ്സ് അല്ലെങ്കിൽ 62 വയസ്സ് വരെയൊക്കെ ഇതിൻ്റെ ദശാകാല വർണ്ണന ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് തുറന്നു നോക്കുന്ന ആൾ കരുതുന്നത് ഇത് തന്നെയാണ്. എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞങ്ങളുടെ ഗുരുനാഥൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ആളുടെ ഭാര്യ പറഞ്ഞൊരു കാര്യം, ആളുടെയും തീരാറായി എന്ന് പറഞ്ഞു. അതായത് അവർ കൂട്ടുകാരായിരുന്നു, എൻ്റെ ഗുരുനാഥനും ആളും കൂട്ടുകാരാണ്. അപ്പോൾ ഇവിടെയും തീരും എന്നുള്ളൊരു കണക്കായി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഇതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കണ്ട. കാരണം ചേട്ടൻ്റെ മാതാപിതാക്കൾ എത്ര വയസ്സ് വരെ ജീവിച്ചു, അപ്പോൾ പിതാവിന് എത്ര വയസ്സ് വരെ, മാതാവിന് എത്ര വയസ്സ് വരെ. അപ്പോൾ പിന്നെ നിങ്ങൾ വേറൊരാളുടെ കുലത്തിൽ അങ്ങനെ സംഭവിച്ചു എന്ന് കരുതിയിട്ട്, നമ്മുടെ ഗുരുനാഥൻ അങ്ങനെ സംഭവിച്ചു എന്ന് കരുതിയിട്ട് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നതിനാ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ജ്യോതിഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത്ര വയസ്സിൽ തട്ടിപ്പോവും. അതാണ് ഭയം. ആ ഭയം വന്നാൽ തന്നെ തട്ടും. പിന്നെ അതേപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും പറഞ്ഞു, അവർക്ക് ആകെ ആയുസ് കൊടുത്തിരിക്കുന്നത് 56 വയസ്സാണ്. അപ്പോൾ അതും ഏതാണ്ട് തീരാൻ പോവാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യം ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് ഈശ്വരൻ തരുന്ന സൗഭാഗ്യമാണ് ആയുസ്സെല്ലാം. ഇത് തന്നെ നമുക്ക് പുരാണങ്ങൾ ഇഷ്ടം പോലെ കാണിക്കുന്നുണ്ട്. അതായത് മാർക്കണ്ഡേയൻ്റെ കഥയിൽ തന്നെ പറയുന്നുണ്ട്, മാർക്കണ്ഡേയന് 16 വയസ്സായിരുന്നു ആയുസ് പറഞ്ഞിരുന്നത്. അപ്പോൾ മാർക്കണ്ഡേയൻ 16 വയസ്സ് വരെ ആയുസ് കൊടുത്തിട്ട് മാതാപിതാക്കൾ അത്ര വിഷമത്തോടുകൂടി ദുഃഖിച്ച് ശിവപ്രീതിയിലൊക്കെ പ്രാർത്ഥിച്ച് നടക്കുമ്പോൾ ഈ കുട്ടിയും ശിവനോട് വളരെ അടുപ്പം കാണിക്കുകയും
അങ്ങനെ നമുക്ക് പുരാണം കാണിച്ചു തരുന്നുണ്ട്. ഭഗവാനോട് അത്രയും പ്രാർത്ഥനയിലൂടെ കാലൻ ശരിക്കും അവിടെ വരികയും മാർക്കണ്ഡേയനെ കൊണ്ടുവരാൻ പോകുന്ന ആ ഒരു രീതി വരെ പുരാണത്തിൽ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ അവിടെ വന്നിട്ട് കാലനെ നിഗ്രഹിച്ച് ഭക്തനെ രക്ഷിക്കുകയായിരുന്നു. അപ്പോൾ അത് നമുക്ക് പുരാണങ്ങളിൽ കാണിച്ചു തരുമ്പോൾ പിന്നെ നമ്മളിരുന്നിട്ട് ഇങ്ങനെ ആയുസ് നിർണ്ണയിച്ച് ആളുകളെ പഠിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ആയുസിൻ്റെ ചിന്തയൊന്നും നമ്മൾ നോക്കാറേ ഇല്ല. നമുക്ക് മനസ്സിലാവും ഇത്രാം വയസ്സിൽ ഡേഞ്ചറാണെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ അവരോട് പറയും, ഈ വയസ്സിൽ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ദൈവികമായിട്ട് ഭഗവാനോട് കൂടുതൽ അടുക്കുക, അതേപോലെ ഒരുപാട് കഠിനമായ യാത്രകൾ ലോങ് അങ്ങനെയുള്ളതൊക്കെ ചെയ്യാതിരിക്കുക, പരമാവധി ആ ഒരു വർഷം ഒന്ന് കെയർ ചെയ്യാൻ പറയും. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് മിക്കവാറും ആ ഒരു ടൈം വരെ അതിൻ്റെ ആയുസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് കടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത അനുബന്ധമായ 15 വർഷം, ചിലപ്പോൾ 30 വർഷം, ചിലപ്പോൾ 17 വർഷം അങ്ങനെയുള്ള ആയുസ്സുകൾ വീണ്ടും നീണ്ടു കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ജ്യോതിഷം എന്ന് പറയുന്ന ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർ അത്ര സൂക്ഷ്മമായിട്ട് തന്നെ ചിന്തിച്ച് പോയാലേ ഈ ജാതക ചിന്തകളും അതേപോലെ ഈ നക്ഷത്രങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ഇത്ര വയസ്സിൽ നടക്കുകയുള്ളൂ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ കണ്ടിട്ട് ജനങ്ങളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുക, അല്ലെങ്കിൽ വിവാഹം ഇപ്പോഴേ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ നടക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അവർ കണക്ക് കൂട്ടുന്നത് എന്തായിരിക്കും? ഇങ്ങേരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതിനു മുമ്പ് എൻ്റെ കെട്ട് കഴിഞ്ഞു, അപ്പോൾ പിന്നെ ജ്യോതിഷത്തിൽ എന്താതുള്ളത്? അപ്പോൾ അങ്ങനെ പറ്റുന്നതെല്ലാം ആചാര്യന്മാരുടെ പിഴവാണ്, അല്ലാതെ ഒരിക്കലും ശാസ്ത്രം പിഴയ്ക്കുന്നില്ല. പലരും പല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിൻ്റെ പാളിച്ചകളാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ കണ്ടിട്ട് ഇത്ര വയസ്സിനുള്ളിൽ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇത്ര വയസ്സ് കഴിഞ്ഞാൽ നടക്കില്ല എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്തൊക്കെ പലരും വന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഇങ്ങേര് ഈ പറഞ്ഞ ആൾ ഇത് നടന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നടക്കില്ല എന്ന് പറയുമ്പോൾ ഇത് നടത്തി കാണിച്ചാൽ അങ്ങേര് എന്ത് പറയും? അതല്ലെങ്കിൽ ഇത്ര വയസ്സിനുള്ളിൽ നടന്നില്ലെങ്കിൽ പിന്നീട് പുള്ളി നടത്തി കൊടുക്കുമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവർ പഠിച്ചു വന്ന വഴികൾ അവിടെ ഇങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്കാണ്, പിന്നെ ഒന്നുമില്ല, അവിടെ സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമ്മളൊരിക്കലും മനുഷ്യൻ്റെ ഭാവി നമുക്ക് നിർണ്ണയിക്കാം, പറയാം, പക്ഷേ ആവശ്യമില്ലാത്ത ജീവിതത്തിലേക്കൊന്നും കൈ കടത്തി അവരെ ടെൻഷൻ അടിപ്പിക്കരുത്. അങ്ങനെയൊക്കെ ടെൻഷൻ അടിപ്പിക്കുന്നത് കൊണ്ടാണ് പലരും ഇതിനെ വിമർശിക്കുന്നത്. അപ്പോൾ നമുക്ക് സതുദ്ദേശത്തോടു കൂടി ജീവിതത്തിന് ഒരുപാട് ഉയർച്ച കിട്ടുന്നതിന് വേണ്ടി മാർഗം കാണിച്ചു കൊടുക്കുക. അങ്ങനെ വരികയാണെങ്കിൽ എല്ലാവരും ഇതിൻ്റെ പിന്നാലെ വിശ്വസിച്ച് വരികയും ശാസ്ത്രം എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. ജ്യോതിഷ സംബന്ധിയായ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് കത്തുകളായി എഴുതുക. ദയവായി ഫോൺ കോളുകളിലൂടെ സംശയങ്ങൾ ചോദിക്കുന്നത് ഒഴിവാക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വേൾഡ് പോപ്പുലേഷൻ ഡേ ആയ ഇന്ന് ഒരിക്കൽ കൂടി അതിൻ്റെ തീം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ എപ്പിസോഡിൻ്റെ അതെ 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 അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫാമിലി പ്ലാനിങ്, എംപവറിങ് പീപ്പിൾ ആൻഡ് ഡെവലപ്പിംഗ് നേഷൻസ് എന്നുള്ളതാണ് ഈ വർഷത്തെ തീം. അപ്പോൾ ഫാമിലി പ്ലാനിങ് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് ഇത്തവണ UNDP ശ്രമിക്കുന്നത്. കുടുംബാസൂത്രണം നടത്തേണ്ടതിൻ്റെ ആവശ്യകത, അത് എന്തുകൊണ്ട് ചെയ്യണം, അതിന് ജനങ്ങളുടെ നമുക്കുള്ള തലമുറയെ വളരെ ആരോഗ്യത്തോടെ സൂക്ഷിക്കുക, വരും തലമുറകൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള പട്ടിണി മരണങ്ങളോ ദാരിദ്ര്യത്തിലേക്കോ എത്തപ്പെടാതെ വളർന്നു വരുന്നവർ വളരെ ആരോഗ്യത്തോടെ വളരട്ടെ എന്നുള്ളൊരു ലക്ഷ്യം കൂടിയാണ്. ഒരു കുടുംബത്തിലെ രണ്ടുപേരും ഒരു കപ്പിൾ, ഒരു അച്ഛൻ ആകാൻ പോകുന്ന അച്ഛനും അമ്മയും ഫിനാൻഷ്യലി റെസ്പോൺസിബിൾ ആണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മാത്രമേ ഫാമിലി പ്ലാനിങ് എന്നുള്ളൊരു കാര്യത്തിലേക്ക് കടക്കാവൂ. അല്ലെങ്കിൽ ഒരു ഫാമിലി അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ മക്കൾ എന്നുള്ളൊരു തീരുമാനം എത്തുന്നതിന് മുമ്പ് എന്തുകൊണ്ടും അവർ റെസ്പോൺസിബിൾ സിറ്റിസൺസ് ആണ് എന്നുള്ള ഒരു തീരുമാനം ഇവർ രണ്ടുപേരും ചേർന്നെടുക്കേണ്ടതാണ് ഫാമിലി പ്ലാനിങ് എന്നുള്ളതിൽ ഏറ്റവും അധികം അടിയുറച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ റെസ്പോൺസിബിൾ സിറ്റിസൺസ് ആവുക, റെസ്പോൺസിബിൾ സിറ്റിസൺസിനെ ഉയർത്തെടുക്കുക എന്നുള്ളതാണ്. അതെ, ഇത് എന്നുള്ള സന്ദേശം നൽകിക്കൊണ്ട് ഞങ്ങൾ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.